എല്ലാവർക്കും ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഗ്ലാസ് സ്കിന്നിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. കൊറിയക്കാർ കൊണ്ടുവന്ന ഒരു ട്രെൻഡാണ് ഗ്ലാസ് സ്കിൻ. നമ്മൾ 50 വയസ്സിന് ശേഷം എങ്ങനെ ഗ്ലാസ് സ്കിൻ നേടാമെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. കൊറിയക്കാർക്ക് മാത്രമല്ല, നമ്മൾ ഇന്ത്യക്കാർക്കും ഗ്ലാസ് സ്കിൻ പറ്റും. അപ്പോൾ ഞാനിന്നിവിടെ കാണിക്കുന്നത് കൊറിയൻ ഗ്ലാസ് സ്കിന്നിന് വേണ്ട കൊറിയൻ പ്രൊഡക്റ്റുകൾ തന്നെയാണ് ഞാനിന്നിവിടെ ഇനിയും കാണിക്കുന്നത്. ഇപ്പോൾ കാണിച്ച കൊറിയൻ ഗ്ലാസ് പ്രൊഡക്റ്റുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലായി. ഇനി കാണാത്തവർ അത് പോയി കാണണേ. ഇന്നിവിടെ കാണിക്കുന്നത് ഇസെൻട്രി എന്ന പ്രൊഡക്റ്റുകളാണ് കാണിക്കുന്നത്. ഇസെൻട്രിയിൽ മെയിനായിട്ട് ഹൈലറോണിക് ആസിഡാണ് ഉള്ളത്. ഇന്നിവിടെ ഞാൻ ലൈവായിട്ട് എങ്ങനെയാണ് ഗ്ലാസ് സ്കിൻ നമുക്ക് നേടാൻ പറ്റുന്നതെന്ന് ലൈവായിട്ടാണ് കാണിക്കാൻ പോകുന്നത്. ഇതിനു മുൻപും അതിനുശേഷവുമുള്ള റിസൾട്ട് എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇത് മിനിമൽസിൻ്റെ ഒരു ഫേസ് വാഷാണ്, ഇന്ത്യൻ ബ്രാൻഡാണ്. പിന്നെ ഞാൻ ഇതിനു മുമ്പ് നിങ്ങളെ ഇത് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഏത് ഫേസ് വാഷാണോ ഉള്ളത് അതിൽ ഹൈലറോണിക് ആസിഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഉപയോഗിക്കാം. മിനിമൽസിൻ്റെ ഹൈലറോണിക് ആസിഡുള്ള ഈ ഫേസ് വാഷാണ് ഉപയോഗിക്കുന്നത്. ആണ് ആ പ്രൊഡക്റ്റ്. അപ്പോൾ എൻ്റെ ഏജ് ഇപ്പോൾ 51 വയസ്സ് കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ഗ്ലാസ് സ്കിൻ ചെയ്യുന്നതെന്ന് ഞാനിപ്പോൾ ലൈവായിട്ട് കാണിക്കാം. അപ്പോൾ ഞാൻ എൻ്റെ മുടി ഒന്ന് ഒതുക്കി വെക്കട്ടെ. ഞാൻ ഈ ബാൻഡ് ഇടണേ. ഞാനിനി ഫേസ് വാഷ് ഇട്ട് മുഖം കഴുകിയിട്ട് വരാം. ഇത് ഇസെൻട്രിയുടെ ടോണറാണ്. ഞാൻ ഇതിനു മുമ്പ് ഇത് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇസെൻട്രിയുടെ ടോണർ. അപ്പോൾ ഇത് ഓരോ തുള്ളി 2 കവളത്തും നമുക്ക് ഡ്രോപ്പ് ചെയ്യാം. പുരട്ടി കഴിയുമ്പോൾ കുറച്ച് ഈർപ്പം അനുഭവപ്പെടും. നമുക്ക് ഒരു നനവ്, നല്ല തിളക്കമുള്ളതായിട്ട് അറിയാൻ പറ്റും. എല്ലാം അപ്ലൈ ചെയ്ത് ഇനി നമുക്ക് പതിയെ ഇത് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യാം. കാണുന്നുണ്ടല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ടോണർ ഇട്ട് കഴിഞ്ഞു. ഇനി രണ്ടാമത് നമ്മൾ മുഖത്ത് ക്രീം ഇടണം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, നല്ല ഒരു ചെറിയ തിളക്കം തോന്നുന്നുണ്ട് കവളത്തെല്ലാം. നിങ്ങൾക്ക് നോക്കുമ്പോൾ ഒരു ചെറിയ തിളക്കം കാണാൻ പറ്റുന്നുണ്ടാകും. ഇത് ചെയ്ത് നല്ല ഗ്ലാസ് പോലെ ആകും. ഈ ക്രീമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ തിളക്കം വീണ്ടും വർദ്ധിക്കും. ക്രീം പോലെ നമുക്ക് ഇത് മുഖത്ത് ഇതുപോലെ പുരട്ടി കൊടുക്കാം. ഇതാണ് നമുക്ക് മുഖത്തിന് നല്ല തിളക്കം തരുന്നത്.
ഗ്ലാസ് സ്കിന്ന് പോലെ ആകുന്നത് ഇതാണ്. കൊറിയൻ പ്രോഡക്റ്റ് ആണ്. എല്ലായിടത്തും ഇങ്ങനെ പുരട്ടി കൊടുക്കുക. ഇത് നല്ലപോലെ മുഖത്ത് അപ്ലൈ ചെയ്യുക. എല്ലായിടത്തും വരുന്നക്ക രീതിയിൽ നമുക്കിത് പുരട്ടി കൊടുക്കാം. അത്യാവശ്യം ഹൈഡ്രേഷൻ ആയിട്ടുണ്ട്. ഇപ്പോൾ ചെറുതായിട്ട് ഗ്ലാസ് പോലെ സ്കിന്ന് തിളങ്ങാൻ തുടങ്ങും. ഇതിൽ ഹൈലൂറോണിക് ആസിഡാണ് ആ തിളക്കത്തിന് കാരണം. ചിലർക്ക് ഇത് കാണുമ്പോൾ എണ്ണമയം പോലെ തോന്നും, പക്ഷേ എണ്ണമയമല്ല, ഇത് ഹൈലൂറോണിക് ആസിഡിന്റെ തിളക്കമാണ്. ഗ്ലാസ് സ്കിൻ ചെയ്യാൻ ഏറ്റവും ഉചിതം ഡ്രൈ സ്കിന്നാണ്. ലാസ്റ്റ് ആയിട്ട് നമുക്ക് സൺസ്ക്രീം ഇടാം. ഇസൻട്രിയുടെ സൺസ്ക്രീമാണ് ഉപയോഗിക്കുന്നത്. SPF 50 ആണ് ഉള്ളത്. ഞാൻ ഈ 3 ഫിംഗറിൽ അപ്ലൈ ആക്കിയിട്ടാണ് ഇടുന്നത്. ഈ സൺസ്ക്രീമിൽ ഹൈലൂറോണിക് ആസിഡ് ഉണ്ട്. ഇത് ക്രീമാണ്. ഇത് 51 വയസ്സ് കഴിഞ്ഞവർക്ക് നമ്മുടെ സ്കിന്നിനെ ഏറ്റവും നല്ല മൃദുലമായിട്ട് കണ്ടാൽ ഇപ്പം നിങ്ങൾക്ക് മനസ്സിലാകും. ഈ സൺസ്ക്രീം ഹൈലൂറോണിക് ആസിഡ് ഉള്ളതുകൊണ്ട് സൂപ്പറായിട്ട് നമ്മുടെ സ്കിന്നിനെ നല്ല സോഫ്റ്റും മൃദുലവുമാക്കി നല്ല തിളക്കം കൊടുക്കും നമ്മുടെ സ്കിന്നിനെ. 51 വയസ്സ് കഴിഞ്ഞ എൻ്റെ മുഖത്തെ ചർമ്മം നല്ല സോഫ്റ്റാക്കി ഇപ്പോൾ എൻ്റെ സ്കിന്നിൽ ലൈറ്റ് അടിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാകും. എൻ്റെ മുഖത്തെ കവിളുകളും നെറ്റിയും എല്ലാം നല്ല ഗ്ലാസ് പോലെ തിളങ്ങുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. ഇതിന് ശേഷമുള്ള എൻ്റെ മുഖത്തെ ചർമ്മം വളരെ സോഫ്റ്റായി നല്ല ഗ്ലാസ് സ്കിന്നായിട്ട് ഇരിക്കുന്നത് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. അപ്പോൾ വെറും 3 പ്രൊഡക്റ്റുകൾ കൊണ്ടാണ് എൻ്റെ ചർമ്മവും നല്ല ഗ്ലാസ് സ്കിൻ പോലെ ഞാൻ ആക്കിയത്. ഇതൊരിക്കലും എണ്ണമയമല്ല. ഇത് എണ്ണമയമാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുകയേ വേണ്ട. ഞാനിത് ഉപയോഗിക്കുന്നതുകൊണ്ട് എനിക്ക് ഉറപ്പായിട്ടും പറയാൻ കഴിയും ഇത് എണ്ണമയമുള്ളതായിട്ട് അല്ല.
അപ്പോൾ 51 വയസ്സിന് ശേഷമുള്ള എൻ്റെ ചർമ്മവും എങ്ങനെ ഗ്ലാസ് സ്കിൻ ആക്കാമെന്ന് നിങ്ങൾ കണ്ടുവല്ലോ. 3 പ്രോഡക്റ്റ് കൊണ്ടാണ് ഞാനിത് ചെയ്തത്. ഇത് നൈക്കയിൽ നിന്നാണ് വാങ്ങിയത്. ഈ തിളക്കം ഒരു 8 മണിക്കൂറെങ്കിലും നിലനിൽക്കും. എൻ്റെ ഗ്ലാസ് സ്കിൻ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത വീഡിയോയുമായിട്ട് ഞാൻ വരുന്നത്. സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഈ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. അപ്പോൾ ഞാൻ ചെയ്ത ഗ്ലാസ് സ്കിൻ നിങ്ങൾ കണ്ടുവല്ലോ. ഇനി നിങ്ങൾക്കും ഈസി ആയിട്ട് ഗ്ലാസ് സ്കിൻ ചെയ്യാൻ പറ്റും. നമ്മുടെ ഏജിനുള്ള ഉപകാരപ്രദമായ വീഡിയോയുമായിട്ട് ഞാൻ വരുന്നത്. 50 വയസ്സിന് ശേഷവും നമ്മുടെ സ്കിന്നും തിളങ്ങും ഗ്ലാസ് പോലെ.